என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் வர ஒரே கேங் இதான் நினைக்கிறேன். ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരുപാട് സമയത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് ഒരു എന്താ പറയുക ഡയലർ ബേസ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ വരുന്നത്. നമ്മുടെ എല്ലാവരുടെ ഫോണിലും കോമൺ ആയിട്ടുള്ള ഒരു ഡയലർ, അതുപോലെ തന്നെ സെർച്ച് ആപ്ലിക്കേഷനാണ് നമ്മുടെ ട്രൂ കോളർ. അതായത് നമ്മളിപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരിക വെച്ചാൽ ആരാണ് നമ്മളെ വിളിച്ച് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആ കോൾ വരുമ്പോൾ അയാളുടെ ഫോട്ടോ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു രൂപമുള്ള ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഐക്കോൺ. ഈ ഐക്കോൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വന്നിട്ട് എന്താണ്, ഒരു ഇസ്രായേൽ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. 2016 ഒരു 3 ആൾ കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അവരെ ആപ്പിനെ കുറിച്ചിട്ട് തന്നെ അവരുടെ ബോട്ടസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. യുവാൻ സാംസൺ അങ്ങനെ ഒരാളാണ് ഇപ്പോൾ കറണ്ട് CEO കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വന്നിട്ട് വേൾഡ് വൈഡ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ വന്നിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ്, അതുപോലെ റിവ്യൂ ബേസ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ വന്നിട്ട് ഈ ആപ്പ് ആരോടും യൂസ് ചെയ്യാനോ ഇത് വന്നിട്ട് പോയ എന്താണ് ഇതിലൂടെ നിങ്ങളുടെ ആക്റ്റീവ് കാര്യങ്ങളൊക്കെ മിസ്സാവാൻ വെച്ചാൽ ഞാനോ എൻ്റെ ചാനലോ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിട്ട് എങ്ങനെയാണ്, അതായത് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. നമ്മൾ ട്രൂ കോളറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രസമായിട്ട് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഡയലിൽ പോകുന്ന സംഭവങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി ഇന്റർഫേസ് ആണ് ട്രൂ കോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഗോൾഡ് മെമ്പർ ഒന്നും ആവേണ്ട ട്രൂ കോളറത്തെ പോലെ ഇതിലെല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. ഭാവിയിൽ ഇതും അപ്ഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഇപ്പൊ ഇതില് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഐക്കോൺ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വന്നിട്ട് നമുക്ക് ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിക്കും കൂടിയുള്ള ആക്സസ് നമുക്ക് കിട്ടും. അതായത് ഈ നമ്പർ നമുക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ഫോട്ടോ കിട്ടും. അതിന് പുറമെ നമുക്ക് ആരാണോ ആ നമ്പർ യൂസ് ചെയ്യുന്ന വെച്ചാൽ അവർ ഫേസ്ബുക്ക് ഈ നമ്പർ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് കാണാൻ പറ്റും. അതുപോലെ വാട്സപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വാട്സപ്പ് കാണാനൊക്കെ പറ്റും. ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ കളക്ഷൻ, അതായത് ഫിനാൻസ് ഫീൽഡിലെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിടിലൻ എന്താ പറയുക ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കാം. അതുപോലെ തന്നെ നമ്മളെ പലരും വിളിച്ചു പറ്റിക്കുമ്പോൾ ആരാണ് എന്നൊരു അറിയാനുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ വെച്ച് കിട്ടാച്ച അടിപൊളിയായിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ തന്നെ ഫോട്ടോസ് അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ വരും. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്, ഇതേയാളാണോ എന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഇയാളുടെ ഫേസ് വന്നിട്ട് അപ്ഡേറ്റഡ് ആവും. അതുപോലെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാം. എന്താ പറയുക, നമുക്കൊരു തേർഡ് ഐ, അതായത് നമുക്ക് നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ആരാണ് വിളിക്കുന്നത്, നമ്മൾ സേവ് ചെയ്യാത്ത ഫോട്ടോ ആണെങ്കിൽ പോലും ഓട്ടോ സേവ്ഡ് ആച്ചാൽ നമുക്ക് ആളെ കണ്ടുപറഞ്ഞുകൊണ്ട് നമുക്ക് കോൾ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് കിടിലൻ ഫീച്ചറാക്കി തോന്നി ട്രൂ കോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും നിങ്ങളുടെ ഡാറ്റ വന്നിട്ട് ഇവർ ചോദിക്കും. എല്ലാ പെർമിഷനും നമ്മൾ കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ കോൾ കൊടുത്താൽ മാത്രമാണ് സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ കോൾ ഡയൽ ചെയ്യുമ്പോൾ ഇതിൽ ത്രൂ ആയിരിക്കും കോള് പോവുകയും ചെയ്യാം. സിസ്റ്റം ഇൻബിൽഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പെർമിഷൻ ഐക്കൺ എന്ന് പറഞ്ഞ ആപ്പിലിന് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഇതിൽ ഡയൽ ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ആരാന്നൊക്കെ അറിയാൻ പറ്റും. നമുക്ക് താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ അടിച്ചു നോക്കി ആരാന്നൊക്കെ അറിയുമ്പോൾ ഒരു രസം ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ സ്വന്തം റിസ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നല്ല ഹെൽപ്ഫുൾ വീഡിയോ വെച്ചാൽ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.